ഹായ്. അപ്പം മക്കൾ സ്കൂളിലിട്ട് വരുമ്പോഴത്തേന് അവർക്ക് ഇഷ്ടപ്പെട്ടെന്നൊരു രീതിയിലുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പഴം ഉണ്ടാവുമല്ലോ, പഴം കറുത്ത് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു പഴം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പം അത്യാവശ്യം തന്നെ നല്ല പൗത്ത പഴമാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ആദ്യം. അപ്പോൾ ഇതാ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ പഴം നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ഇതാ ലേശം ഞാൻ നെയ്യാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ നെയ്യിലോട്ട് ഇതാക്കുന്ന ചൂടുള്ള നെയ്യിലോട്ട് നമ്മൾ ഈ നുറുക്കി വെച്ച ആ പഴം ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴം ഒന്ന് നന്നായിട്ട് വാടിയിട്ട് വരട്ടെ. അപ്പോൾ ഓരോ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പഴം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഴം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വാടിയ പഴം. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ ഒരു ഗ്ലാസ് പാലാട്ടോ പാർന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പാലൊന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ ആ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചൂടില്ല പാൽ തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, കട്ടകളില്ലാത്ത രീതിയിൽ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ കോൺഫ്ലവർ കലക്കിയ വെള്ളം ഉണ്ടല്ലോ, കോൺഫ്ലവർ കലക്കിയ പാലുണ്ടല്ലോ അത് ഈ ഒരു പാത്രത്തിലോട്ട് പാർന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. കട്ടകളില്ലാതെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതങ്ങനെ മിൽക്ക് മേഡും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. അത് വേണ്ടവർ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ മിൽക്ക് മേഡും കൂടി ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ പാർന്ന് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. കട്ടകളില്ലാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ സിമ്മിലിടാൻ മറക്കരുത്. ഇനി ഇതാ ചീസാട്ടോ. അപ്പോൾ ഒരു ചീസ് എടുത്തിട്ടുണ്ട്, അതും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് ഇട്ടതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി അതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പം നമ്മളെ പാലും കോൺഫ്ലവറിൻ്റെ പൊടിയും ഒക്കെ ഇതൊക്കെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകിയതിന് ശേഷം ഈ ഒരു പഴം വാട്ടിയതുണ്ടല്ലോ അതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ പഴം ഉടഞ്ഞു പോകാത്ത രീതിക്ക് നമ്മൾ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതാ ഒന്ന് ചൂട് വിട്ടതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചൂടാറിയിട്ടും കഴിക്കാം.
ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാനല്ല, ഈ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. In the sound, palms are swaying, let's get down, dame tu mano. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആട്ടോ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പം ഞാൻ ഫ്രിഡ്ജിക്കൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആ ചൂട് കൊടുക്കാൻ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു